ഹായ് ഡിയേഴ്സ്, നമുക്ക് കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ടൊരു നല്ല ഭംഗിയിൽ വാൾ ഹാങ്ങിങ് ഉണ്ടാക്കിയെടുക്കാം എന്ന്. അതിനുവേണ്ടി ഞാൻ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് വരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം റഫായിട്ട് പെൻസിൽ കൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രസത്തിലൊരു ഹാർട്ട് ഷേപ്പ് വരച്ചെടുക്കാം. ഇനി ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യം പേപ്പറിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എങ്ങനെയായാലും ഒരു ഹാർട്ട് ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ള ക്രാഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഹാർട്ട് ഷേപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കട്ടെ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ എക്സ്ട്രാ ഇങ്ങനെ വരുന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നല്ല ഭംഗിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ കളർ പേപ്പറാണ്. കളർ പേപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ A4 സൈസ് വരുന്ന കളർ പേപ്പറല്ല. പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ജ്വല്ലറി ഒക്കെ വാങ്ങിക്കുമല്ലോ, അപ്പോൾ അത് പൊതിഞ്ഞിരുന്ന ഒരു പിങ്ക് കളറിലെ പേപ്പറില്ലേ, അങ്ങനത്തെ ആ ഒരു തിക്നെസ്സുള്ള പേപ്പറാണ് വേണ്ടത്. മുമ്പ് ചെറുപ്പത്തിലൊക്കെ നമ്മൾ പട്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ ടൈപ്പ് പേപ്പറാണ് ഉപയോഗിക്കേണ്ടത്. അത് നമ്മൾ സ്ക്വയർ ഇങ്ങനെയായിട്ട് ചെറിയ സ്ക്വയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നേരിയതാണ് ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിതിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഒരു പെൻസിലാണ്. അത് ബാക്കിൽ റബ്ബറുള്ള രീതിയിലുള്ള ഒരു പെൻസിലാണ് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ കുറച്ച് സ്ഥലത്ത് നമ്മളൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആ പേപ്പർ ഒന്ന് അടുത്തടുത്തായിട്ട് ഒട്ടിച്ചെടുക്കേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ ഈ റബ്ബർ വരുന്ന ഭാഗം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടിക്കോളും. ഇത് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇത് അടുത്തടുത്തായിട്ട് നല്ല തിക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം. ഇങ്ങനെ 1-2 തവണ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ബാക്കി ഒന്ന് സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. വലിയ വീഡിയോ ഇപ്പോൾ അതുകൊണ്ടാണ് സ്പീഡായിട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിങ്ങനെ അടുത്തടുത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഭാഗത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഉണങ്ങിപ്പോവും. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ചെയ്തെടുത്താൽ നമ്മൾ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ട് കിട്ടും. നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ ഈ വാലൻറ്റൈൻസ് ഡേക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന രീതിയിലൊരു പില്ലോ ഉണ്ടല്ലോ, ഏകദേശം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവുക കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മോൾ ഭാഗത്ത് വരുന്ന കൂർത്ത ഭാഗമൊക്കെ, ആ പേപ്പറിൻ്റെ കൂർത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരേ ലെവലിലാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കത്രിക എടുത്തിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചതിന് ശേഷം എക്സ്ട്രാ വരുന്ന ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഊതി കൊടുത്താൽ മതി. അപ്പോൾ എക്സ്ട്രാ പീസസൊക്കെ അങ്ങ് പറന്ന് പോയിക്കോളും. അപ്പോൾ ഞാനിതൊന്ന് ചെയ്തെടുക്കട്ടെ. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ ഭയങ്കര ഇഷ്ടപ്പെടും. ആദ്യം ചെറിയൊരു റൗണ്ടൊക്കെ വെച്ചിട്ട് അതിൽ ചെയ്ത് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഇതുപോലെ വലിയ ഡിസൈൻസൊക്കെ ചെയ്യിപ്പിച്ചാൽ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈസി ആണല്ലോ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ റിബണിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ ബാക്കിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചെറിയൊരു റിബണിൻ്റെ പീസോ അല്ലെങ്കിൽ നൂലോ എന്തായാലും വേണ്ടില്ല. അല്ലെങ്കിൽ ജൂട്ടിൻ്റെ പീസൊക്കെ കിട്ടുമല്ലോ, നമ്മൾ സാധനം പൊതിഞ്ഞുകൊണ്ട് വരുന്ന അതിൻ്റെ ജൂട്ടിൻ്റെ കയറിൻ്റെ പീസുകൾ. അപ്പോൾ അതോ എന്താ വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ. ഇനി ഇതൊന്നും വേണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് അവിടെ ഒട്ടിച്ചിട്ട് ചുമരിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഒട്ടി നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കും. ഞാനിപ്പോൾ ഒരു പേപ്പറിൽ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. നമ്മുടെ വാൾ ഹാങ്ങിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.